ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുവകകൾ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടും അതിൽ മന്ത്രിക്കോ ദേവസ്വം ബോർഡിനോ ഉത്തരവാദിത്തമില്ല. മന്ത്രി എന്നത് ഞങ്ങളുടെ പാർട്ടി ഒടുക്കുന്ന ഒരു സ്ഥാനമാണ്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഓണറേറിയം വാങ്ങാനും മറ്റനുബന്ധ കാര്യങ്ങളും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ ഇരിപ്പിടം മാത്രമാണ്. അവർക്ക് ഈ ശബരിമലയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമില്ല എന്നൊരു CPM പ്രതിനിധി പറഞ്ഞാൽ ഈ ശബ്ദമാണ് നിയമസഭയിലും. ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് അതിനെതിരായിട്ടാണ്. അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലെ പരിപാവനമായിരിക്കുന്ന ദ്വാരപാലക വിഗ്രഹവും അനുബന്ധ വസ്തുക്കളും നഷ്ടപ്പെട്ടു പോയി എന്ന് കേരള ഹൈക്കോടതി തന്നെ പറയുന്ന അവസരത്തിലും പറയുന്നത് അന്വേഷിക്കാൻ വേണേൽ കണ്ടുപിടിക്കാമെന്നാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ മന്ത്രിയെയും ഈ ദേവസ്വം ബോർഡിനെയൊക്കെ ഇവിടെ ഇരുത്തിയത്? ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിക്കും ഇപ്പോഴുള്ള ബോർഡിനും ഇപ്പോഴുള്ള ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങൾക്കും അത് നേരെ ചൊവ്വേ പോകാനുള്ള ഉത്തരവാദിത്തം ഇല്ലെന്നാണോ നിങ്ങളുടെ ആർഗ്യുമെന്റ്? ശ്രീ M. ലിജു, ഇവിടെ ഇപ്പോൾ ഒരു കോടീശ്വരന്റെ വീട്ടിൽ ഇതുണ്ട് എന്ന് ആധികാരികമായി തന്നെ കോൺഗ്രസ് പറയുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷം പറയുമ്പോൾ, നേരത്തെ ശ്രീ ഗോപൻ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ SITക്ക് മുമ്പിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്തണം എന്നുള്ളതാണ്. ഇത് വന്യമായ കാടടച്ചുള്ള ഒരു ആരോപണമാണോ? അതിനപ്പുറത്ത് സ്പെസിഫിക്കായി സർക്കാരുമായോ അതല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുമായോ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ബന്ധമുള്ള അല്ലെങ്കിൽ ദേവസ്വം ബോർഡുമായോ ഒക്കെ ബന്ധമുള്ള ആരുടെയെങ്കിലും വീട്ടിൽ അതുണ്ട് എന്ന ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അന്വേഷണം വളരെ എളുപ്പത്തിൽ നടക്കുമല്ലോ. ഈ ചർച്ചയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം അഭിലാഷ്. ബഹുമാന്യ CPM പ്രതിനിധി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്, ഇപ്പോൾ ഒരു കാര്യം എല്ലാവർക്കും അറിയാം, 2019 ഈ അവിടെ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളും അനുബന്ധ വസ്തുക്കളും കൊണ്ടുപോകുമ്പോൾ മഹസർ രേഖപ്പെടുത്തിയിരുന്നത് ചെമ്പ് എന്നാണ്. അത് കൃത്യമായൊരു മോഷണമാണെന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ഇന്ന് ഒരാൾക്കും സംശയമില്ല. ഇപ്പോൾ ബഹുമാന്യനായ ശ്രീ സെന്തിൽനാഥൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എന്ന് പറഞ്ഞാൽ ഈ തൊട്ടതുകൊണ്ടോ തിരക്കുകൊണ്ടോ ഒന്നും മാഞ്ഞു പോകുന്നതല്ല. ഗോൾഡ് ക്ലാഡിംഗ് എന്ന് പറയുന്നത് അങ്ങനെ തേഞ്ഞു പോകേണ്ട ഒന്നല്ല. അപ്പോൾ കൃത്യമായൊരു മോഷണം അവിടെ നടന്നിരിക്കുന്നു. ആ കൃത്യമായ മോഷണത്തെക്കുറിച്ച് ബഹുമാന്യനായ CPM പ്രതിനിധി പറയാൻ ശ്രമിച്ച കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. അദ്ദേഹം ഈ പുറത്തേക്ക് എന്തിനാണ് പുറത്തു കൊണ്ടുപോകുന്നത് നമ്മൾ മനസ്സിലാവേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ശബരിമലയിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന കാര്യം വിജയ് മല്യ ശബരിമലയിൽ വെച്ച് ചെയ്ത കാര്യം അതാണ് അടുത്ത കാര്യം. ശബരിമലയിൽ വെച്ച് തന്നെയാണ് വിജയ് മല്യ കൊടുത്ത 24 ക്യാരറ്റ് സ്വർണം ഈ ദ്വാരപാലക ശില്പങ്ങളിന്മേൽ ക്ലാഡ് ചെയ്യപ്പെട്ടത്. അങ്ങനെ ക്ലാഡ് ചെയ്യപ്പെട്ട ആ ശില്പവും സ്വർണവും പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് സാങ്കേതികമായ കാര്യങ്ങൾ ഇവിടെ ഒരു CPM പ്രതിനിധി തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുക. ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടാവാം. അതിന് ശ്രീ സെന്തിൽനാഥൻ പറഞ്ഞ മറുപടി അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഞങ്ങൾ ചെയ്യുന്ന ഞങ്ങൾ തടസ്സമില്ലെന്നാണ്. അപ്പോൾ ആ ഒരു നടപടിയെ അദ്ദേഹം ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്. 2, ഇദ്ദേഹത്തിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ നിലവിൽ കേരളത്തിൽ ഒരു ദേവസ്വം മന്ത്രിയുണ്ട്, ദേവസ്വം ബോർഡുമുണ്ട്. 5 കൊല്ലം കഴിഞ്ഞ് ഇപ്പോൾ 2025 ആണല്ലോ, ഇപ്പോൾ ഉള്ള കാര്യമൊക്കെ ഇവിടെ നിൽക്കട്ടെ. 2030 ഒരു സംഭവം ഉണ്ടായാൽ 2030 ആവുമ്പോൾ ഇവിടെയുള്ള കൂടുതൽ മേൽക്കൂരയിലെ സ്വർണം മുഴുവൻ പോയി എന്നുള്ളൊരു അറിയിപ്പാണ് വരുന്നത് എന്ന് കരുതുക. ഇദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് അനുസരിച്ചാണ് എന്നുണ്ടെങ്കിൽ നിലവിൽ ഈ സംസ്ഥാനം ഭരിക്കുന്ന ദേവസ്വം മന്ത്രിക്കോ ദേവസ്വം ബോർഡിനോ അതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. 5 കൊല്ലം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അപ്പോൾ അന്വേഷിക്കാം എന്നതിനപ്പുറത്ത് ഒരു റെസ്പോൺസിബിലിറ്റിയിൽ നിന്നും ഒരു സംസ്ഥാനത്തെ ജനങ്ങൾ മുഴുവൻ കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും ഈ നാട്ടിലെ ഭക്തജനങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിലെ പരിപാവനമായിരിക്കുന്ന ദ്വാരപാലക വിഗ്രഹവും അനുബന്ധ വസ്തുക്കളും നഷ്ടപ്പെട്ടു പോയി എന്ന് കേരള ഹൈക്കോടതി തന്നെ പറയുന്ന അവസരത്തിലും പറയുന്നത് അന്വേഷിക്കാൻ വേണേൽ കണ്ടുപിടിക്കാമെന്നാണ്. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ മന്ത്രിയെയും ഈ ദേവസ്വം ബോർഡിനെയൊക്കെ ഇവിടെ ഇരുത്തിയത്? ഇപ്പോൾ ഇരിക്കുന്ന മന്ത്രിക്കും ഇപ്പോഴുള്ള ബോർഡിനും ഇപ്പോഴുള്ള ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം ഉൾപ്പെടെയുള്ള ഒരു കാര്യങ്ങൾക്കും അത് നേരെ ചൊവ്വേ പോകാനുള്ള ഉത്തരവാദിത്തം ഇല്ലെന്നാണോ നിങ്ങളുടെ ആർഗ്യുമെന്റ്? ഇദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണം കേട്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്. ഇനി അന്വേഷിക്കാം. 5 കൊല്ലം മുമ്പ് 2010 ഇപ്പോൾ പുറത്തു വന്നല്ലോ, ഞങ്ങൾ ഇനിയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വിഷയം എന്താണ്? ഇവിടെ പ്രതിപക്ഷം പ്രക്ഷോഭം നടത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ഇന്നലെ പുറത്തിറക്കിയ ജഡ്ജ്മെൻറ്റിൽ പേജ് നമ്പർ 10 ഉൾപ്പെടെ പരാമർശിക്കുന്ന ഒരു കാര്യം, ദ്വാരപാലക വിഗ്രഹം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, മേ ബി ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ മൾട്ടി ബില്യണയർ. മനസ്സിലായോ? അപ്പോൾ അതാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ അപ്പോൾ അങ്ങനെ ഈ ശബരിമലയിലെ ഏറ്റവും പരിപാവനമായിരിക്കുന്ന ഭഗവാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വസ്തുവകകൾ സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടും
അതിൽ മന്ത്രിക്കോ ദേവസ്വം ബോർഡിനോ ഉത്തരവാദിത്തമില്ല. മന്ത്രി എന്നത് ഞങ്ങളുടെ പാർട്ടി ഒടുക്കുന്ന ഒരു സ്ഥാനമാണ്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഓണറേറിയം വാങ്ങാനും മറ്റ് അനുബന്ധ കാര്യങ്ങളും ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ ഇരിപ്പിടം മാത്രമാണ്. അവർക്ക് ഈ ശബരിമലയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമില്ല എന്നൊരു CPM പ്രതിനിധി പറഞ്ഞാൽ ഈ ശബ്ദമാണ് നിയമസഭയിലും ഞങ്ങൾ പ്രതിഷേധിക്കുന്നത് അതിനെതിരായിട്ടാണ്. അതാണ് ഇവിടുത്തെ ഏറ്റവും സുപ്രധാനമായ പോയിന്റ്. ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചുകൊണ്ട് വേണം ഈ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ. ഈ കോടിക്കണക്കിന് ഭക്തരെ വഞ്ചിച്ച അവര് പരിപാവനമെന്ന് കരുതുന്ന ശബരിമലയിലെ പരിപാവനമായിരിക്കുന്ന ശില്പം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കളഞ്ഞ മന്ത്രി രാജിവെച്ചിട്ട് വേണം ഇവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അതാണ് ഇവിടുത്തെ